ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ചെറാരിപ്പൊടി അതോ പുലിപ്പൊടിയെ പറ്റിയിട്ടാണ്. ഞാൻ 9 മന്തായ ബേബിക്ക് എങ്ങനെ കുറുക്കുണ്ടാക്കി കൊടുക്കുന്നതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. എൻ്റെ മോൾക്ക് 9 മന്താണ്, അപ്പം ഞാൻ അതുകൊണ്ടാണ് 9 മന്തായ ബേബി എന്ന് പറഞ്ഞത്. നിങ്ങളുടെ ആദ്യത്തെ 6 മന്ത് ഉള്ള ബേബിക്ക് ക്യാൻസർ നന്നായിട്ട് ലൂസ് ആക്കിയിട്ട് കുറുക്കുണ്ടാക്കി കൊടുക്കുക, പിന്നെ നന്നായിട്ട് അരിച്ച് കൊടുക്കുക. നമ്മൾ ഏറ്റവും നല്ലത് റാഗി വാങ്ങി ഉണക്കി പൊടിച്ച് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. നമ്മൾ വീട്ടിൽ പൊടിക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കട്ടെ, നന്നായിട്ട് അരിക്കട്ടെ. 2-3 വട്ടം നമ്മൾ അരിച്ച് വെക്കുക. അത് കഴിഞ്ഞിട്ട് കുറുക്കുണ്ടാക്കുന്ന സമയത്ത് ഒന്നും കൂടി അരിക്കുക. അതിൻ്റെ മോള് ഞങ്ങൾ ആദ്യം അരിച്ച് വെക്കുകയാണ് ചെയ്തത്. 2-3 വട്ടം അരിച്ചിട്ട് അത് മാറ്റിയിട്ട് കുറുക്കുണ്ടാക്കാൻ ചെയ്യാറ്. പക്ഷേ അവൾക്ക് തീരെ കഴിച്ചിരുന്നില്ല, അവൾക്ക് വാശി കാര്യങ്ങളൊക്കെയാണ്. പിന്നീട് ഞാൻ കുറുക്കുണ്ടാക്കുന്ന സമയത്ത് ഒന്നും കൂടി അരിച്ചിരിക്കുമ്പോൾ അവൾ പിന്നെ അത് കുറുക്ക് കഴിച്ചിരുന്നു. അപ്പോൾ നിങ്ങൾ ആ കാര്യം കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം കൊടുത്തിട്ട് അവൾക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ലൂസാക്കുക. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒന്നുകൂടി നന്നായിട്ട് അരിച്ചിട്ട് ഒന്നുകൂടി കൊടുത്ത് നോക്കാം. കുറുക്കുണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ പുല്ലുപൊടി, അതേപോലെ വെള്ളം, പിന്നെ പനക്കൽക്കണ്ട്. പനക്കൽക്കണ്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ശർക്കര ആയാലും യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ പുല്ലുപൊടി 3 ടീസ്പൂണാണ് എടുക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ 9 മന്തായ ബേബിക്ക് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ 3 ടീസ്പൂൺ എടുക്കുന്നത്. 6 മന്തായ ബേബി ആദ്യം ഞാൻ കുറുക്ക് കൊടുക്കുമ്പോഴൊക്കെ ഞാൻ 1 ടീസ്പൂൺ വെച്ചിട്ടാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. 1 ടീസ്പൂൺ വെച്ച് പിന്നെ അങ്ങനെ കൂട്ടിയിട്ടാണ് ആദ്യം വന്നത്. ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു കുഴമ്പ് രൂപത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണതാണ് നല്ലത്. അല്ലാണ്ട് നേരിട്ട് ഒഴിക്കുമ്പോൾ അത് കട്ടിക്കായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് മിക്സ് ചെയ്തിട്ട് ഒഴിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഉണ്ണികൾക്ക് കുറുക്കുണ്ടാക്കുന്ന പാത്രം എടുക്കുക, അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പനക്കൽക്കണ്ട് കഴുകിയിട്ട് ഇടണം കേട്ടോ. കഴുകിയിട്ടിട്ട് നന്നായിട്ട് മെൽറ്റ് ആവണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഒരു പാത്രം എടുത്തിട്ട് ആ പാത്രത്തേക്ക് നമുക്ക് അരിച്ചൊഴിക്കുകയാണ് വേണ്ടത്. ഇതിൽ നമുക്ക് കരടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതായിരിക്കും. അരിച്ചെടുത്ത വെള്ളം പിന്നീട് നമ്മൾ ആ പാത്രത്തേക്ക് തന്നെ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ പുല്ലുപൊടി വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതും കൂടി ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് കൈ എടുക്കാണ്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഞാനിവിടെ ഉണ്ണിക്ക് നല്ല കട്ടിക്കാണ് കുറുക്കുണ്ടാക്കുന്നത്. 6 മന്തായ ബേബിക്കാണെന്ന് വെച്ചാൽ ഭയങ്കര ലൂസായിട്ട് വേണം നമ്മൾ ആദ്യം കുറുക്ക് കൊടുക്കാൻ. നന്നായി കട്ടിക്ക് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഇതേപോലെ നല്ല കട്ടിക്കാണ് ഞാൻ ഒരു 9 മന്തായ ബേബിക്ക് ഉണ്ടാക്കുന്നത്. ഇത് കഴിഞ്ഞ് ചിലവർ ഇതിൽ നെയ്യ് ഒഴിക്കുക, നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ഒഴിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ.